മന്ത്രവാദിയും ഒരു മിടുക്കി പെൺകുട്ടിയും. ഒരിടത്ത് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ഉഗ്രൻ മന്ത്രവാദം അറിയാം. ഒന്ന് തൊട്ടാൽ മതി, ആളുകളെല്ലാം ബോധം കെടും. അയാൾ ഒരു വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ ഒന്ന് തൊട്ടു. അവൾ മയങ്ങി അയാളുടെ സഞ്ചിയിലേക്ക് വീണു. മന്ത്രവാദി പെൺകുട്ടിയെ ഒരു മാളികയിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം അയാൾ പുറത്തു പോകുമ്പോൾ ഒരു താക്കോൽ കൂട്ടവും ഒരു വലിയ മുട്ടയും കൊടുത്തിട്ട് പറഞ്ഞു, മുകളിൽ ഒരു മുറി മാത്രം തുറക്കരുത്, തുറന്നാൽ മരണമായിരിക്കും ഫലം. കയ്യിൽ നിന്ന് മുട്ട താഴെ വെക്കരുത്, വെച്ചാൽ ദൗർഭാഗ്യമാകും ഫലം. പെൺകുട്ടി മന്ത്രവാദി പോയപ്പോൾ ജിജ്ഞാസ സഹിക്കാതെ ആ മുറി തുറന്നു. മുറിയുടെ നടുവിൽ ഒരു വട്ടപാത്രം, അതിൽ നിറയെ ചോരക്കറ. പെൺകുട്ടി അത് കണ്ട് പേടിച്ചു. മുട്ട കയ്യിൽ നിന്നും വഴുതി വട്ടപാത്രത്തിൽ വീണു. ചോരക്കറ പുരണ്ടു. മടങ്ങി വന്ന മന്ത്രവാദി അത് കണ്ടുപിടിച്ചു. അയാൾ അവളെ മുറിയിലിട്ട് പൂട്ടി. പിന്നെ അയാൾ അവളുടെ അനിയത്തിയെ കൊണ്ടുവന്നു. അവൾ ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ മുട്ട മാറ്റി വെച്ചിട്ട് മുറി തുറന്നു. അവിടെ ചേച്ചിക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. മന്ത്രവാദി തിരിച്ചു വന്ന് മുട്ട പരിശോധിച്ച് രക്തക്കറ ഇല്ലെന്ന് കണ്ട് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾ പറഞ്ഞു, നാളെ ഒരു ചാക്ക് സ്വർണ്ണ നാണയം തരുന്നത് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് വരിക, അപ്പോൾ നടത്താം വിവാഹം. പിറ്റേ ദിവസം ചാക്കിൽ ചേച്ചിയെ കയറ്റിയിരുത്തി മുകളിൽ കുറേ സ്വർണ്ണ നാണയങ്ങൾ വിതറി. എന്നിട്ട് അവൾ അയാളോട് ഒരിടത്തു പോലും നിന്നു പോകരുതെന്ന കൽപ്പനയോടെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. മന്ത്രവാദി പോയപ്പോൾ അയാളുടെ സകല സുഹൃത്തുക്കളെയും അവൾ കല്യാണത്തിന് ക്ഷണിച്ചു. ഒരു വലിയ പാവക്കുട്ടിയെ എടുത്ത് അലങ്കരിച്ച് ജനലിനരികിൽ നിർത്തി അവൾ വേഷം മാറി ഒരു വയസ്സിയായി മാളികയിൽ നിന്നിറങ്ങി. മടങ്ങി വരികയായിരുന്ന മന്ത്രവാദി അവളെ കണ്ടു. അവളോട് ചോദിച്ചു, തള്ളേ, വധു എന്തു ചെയ്യുകയാണ്? ജനലിനരികിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു, അവൾ വിറച്ചു വിറച്ചു പറഞ്ഞു. മന്ത്രവാദി മാളികയിൽ കയറിയപ്പോൾ അവളുടെ ചേച്ചി പറഞ്ഞയച്ച ബന്ധുക്കൾ ആ മാളികയ്ക്ക് തീയിട്ടു. അതോടെ തീർന്നു ആ മന്ത്രവാദിയുടെ കഥ.